ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടിക്കും ശുപാർശ. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. IPC 354 പ്രകാരം കേസെടുക്കാമെന്ന പരാമർശം സ്വകാര്യത കണക്കിലെടുത്ത് പുറത്തുവിടാതിരുന്ന ഭാഗത്താണുള്ളത്. വിദേശ ഷോകളുടെ പേരിലും നടികൾക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായെന്നും ഹേമ കമ്മിറ്റിക്ക് മുന്നാകെ നടികൾ മൊഴി നൽകിയിട്ടുണ്ട്. മലയാള സിനിമയിൽ സ്ത്രീകൾ അതിക്രൂരമായി ലൈംഗിക ചൂഷണത്തിനും വിവേചനത്തിനും ഇരയാകുന്നതിന്റെ നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. മലയാള സിനിമ അടക്കി വാഴുന്നത് ക്രിമിനലുകളും വൻകിട മാഫിയകളുമാണ്. അവസരം കിട്ടാനും സിനിമയിൽ നിലനിന്നു പോകാനും ലൈംഗിക താല്പര്യങ്ങൾക്ക് സ്ത്രീകൾ വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. ചൂഷകരെ സംരക്ഷിക്കാൻ മലയാള സിനിമയിൽ പവർ ടീം ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സഹകരിക്കുന്നവരെ തൽപര കക്ഷികളിലേക്ക് എത്തിക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർമാർ വഴി വാട്സപ്പ് ഗ്രൂപ്പുകൾ വരെയുണ്ട്. ആരഭിനയിക്കണം, ആര് നിലനിൽക്കണമെന്ന് ഈ ഇടനിലക്കാർ തീരുമാനിക്കണം. അവസരം കിട്ടാൻ ഒന്നോ ഒന്നിലധികമോ പേരുമായോ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സഹകരിക്കുന്നവർ ഗുഡ് വുമൺ എതിർത്താൽ ബാഡ് വുമൺ എന്ന ലേബൽ ഇടും. അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും സിനിമാ ഫീൽഡിൽ പതിവ് വാക്കുകളാണ്. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ പോലും ഭയമാണെന്ന് സ്ത്രീകൾ ഹേമ കമ്മിറ്റിക്ക് മുന്നാകെ പറഞ്ഞു. രാത്രിയായാൽ വാതിലിൽ മുട്ടുന്നത് പതിവാണ്. തുറന്നില്ലെങ്കിൽ ഇടിവാതിൽ തകർത്ത് അകത്തേക്ക് കയറും. ലൊക്കേഷനിൽ മാത്രമല്ല, സിനിമാ രംഗങ്ങളിലും ലൈംഗിക ചൂഷണം ഉണ്ടാകുന്നുണ്ട്. നഗ്നദൃശ്യങ്ങൾ നിർബന്ധിപ്പിച്ച് പകർത്തും. ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടാൽ സഹകരിക്കാൻ പറയും. മോശമായി പെരുമാറിയ നടന്റെ ഭാര്യയായി അയാളെ ആലിംഗനം ചെയ്യുന്ന ഷോട്ട് 17 റീടേക്ക് വരെ എടുക്കേണ്ടി വന്ന ദുരനുഭവം വരെ ഒരു നടിക്ക് ഉണ്ടായിട്ടുണ്ട്. ആരോട് പരാതിപ്പെട്ടിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ICC കമ്മിറ്റികൾ നോക്കുകുത്തികളായ അവസ്ഥയാണ് ഇവിടെ നിഴലിച്ച് കാണാൻ സാധിക്കുന്നത്. ജീവഭയം കൊണ്ട് പോലീസിനെ സമീപിക്കാറുമില്ല. സമീപിച്ചാൽ വിലക്കേർപ്പെടുത്തുമെന്നും മൊഴിയിലുണ്ട്.